പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ എന്ന പുതിയ വാർത്തകൾക്ക് താഴെ ഒരു കാലത്ത് വിശ്വപൌരൻ എന്ന് വാഴ്ത്തിപ്പാടിയ കോൺഗ്രസുകാർ തന്നെ അദ്ദേഹത്തെ തെറി പറയുകയാണ്. കാരണം നിർണായകമായ പല ഘട്ടങ്ങളിലും ശശി തരൂർ നിലകൊണ്ടത് നമ്മുടെ ഭാരതത്തോടൊപ്പമായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയോടൊപ്പമായിരുന്നു. പഹൽഗാം ആക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും രാഹുൽ ഗാന്ധിയും കൂട്ടരും രാജ്യത്തെ മറന്നുകൊണ്ട് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം കളിച്ചപ്പോൾ, ഇന്ത്യൻ ആർമിയെ വരെ ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞ് ആക്രമിച്ചപ്പോൾ ശശി തരൂർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തീവ്രവാദികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തെയും പ്രധാനമന്ത്രിയെയും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തു. അടുത്തിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ ശക്തമായി വിമർശിച്ച് ലേഖനം എഴുതിയതുവഴി കോൺഗ്രസ് എന്ന കുടുംബ പാർട്ടിയെ വലിച്ചിഴച്ച് തെരുവിൽ നിർത്തി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനും ശശി തരൂർ മടിച്ചില്ല. ഇപ്പോഴിതാ രാംനാഥ് ഗോയങ്കയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം രാജ്യത്തിന് ഒരു സാമ്പത്തിക ദർശനവും സാംസ്കാരിക ദൌത്യവും അവതരിപ്പിച്ചു എന്നാണ് ശശി തരൂർ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ വളർന്നുവരുന്ന ഒരു വിപണി മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കു തന്നെ വളർന്നുവരുന്ന ഒരു മാതൃകയാണ് ഭാരതം എന്നുമാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം ദ്രുതഗതിയിലുള്ള വികസനത്തോടൊപ്പം സാംസ്കാരിക ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണെന്നുകൂടി ശശി തരൂർ പറഞ്ഞു. എന്തായാലും മോദി വിരോധം തലയ്ക്ക് കയറി ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കിട്ടിയ കരണത്തടി കൂടിയാണ് ശശി തരൂരിന്റെ ഈ നിലപാടുകൾ. ശശി തരൂർ ബിജെപിയിലേക്കോ എന്ന് അച്ചുനിരത്തി പുകമറ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ബിജെപിക്കൊപ്പം കൂട്ടിക്കെട്ടി ഇതാ ശശി തരൂർ ബിജെപിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സകല ബിജെപി വിരുദ്ധരെയും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ് ഈ മാപ്രകളുടെ ലക്ഷ്യം. ഇനി ശശി തരൂർ ബിജെപിയിലേക്ക് വന്നാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരു തികഞ്ഞ രാജ്യസ്നേഹിയുടേതാണ്. എത്രയധികം രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നാലും ഞങ്ങൾക്ക് കൈയടിക്കാൻ ആ ഒരു കാരണം മതി. നന്ദി തരൂർജി. ഭാരതത്തെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇകഴ്ത്തി കാണിക്കാനും പരിഹസിക്കാനും മത്സരിക്കുന്ന അധംപതിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ കോൺഗ്രസിൽ നിന്നും ഒരു വ്യത്യസ്ത ശബ്ദമായി മാറിയതിന്, തീവ്രവാദികൾക്കൊപ്പം യാതൊരു മടിയുമില്ലാതെ നിലകൊള്ളുന്ന കോൺഗ്രസിൽ നിന്നും രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് രാജ്യസ്നേഹമെന്ന് കാട്ടിത്തന്നതിന് എന്നും എപ്പോഴും നമ്മുടെ രാജ്യം തന്നെ ആയിരിക്കട്ടെ ഒന്നാമത്. ജയ് ഹിന്ദ്.